ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അറബികൾക്ക് ജൂതനെ കണ്ടുകൂടാന്നാണ് പറയുന്നത്. ഇവിടെയുള്ള മുസ്ലിങ്ങളും പറയും ഞങ്ങൾക്ക് ജൂതനെ കണ്ടുകൂടാ, ജൂതനോട് വെറുപ്പാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പലതും ഈ പലസ്തീനികൾക്ക് വിസ നിഷേധിക്കുകയും ഈ പറയുന്ന ജൂതന്മാർക്കും ഇസ്രായേലികൾക്കും വിസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജൂതന്മാരോട് ഇവർക്ക് വെറുപ്പല്ലേ? പലസ്തീനോടുകളുടെ ഇവർക്ക് ഇഷ്ടം? അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യമാണ്. കാരണം ഗൾഫിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും, ഇപ്പം നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വിചാരം അറബികൾക്ക് ജൂതനോട് ഒരു ദേഷ്യവും പലസ്തീനികളോട് വല്ലാത്തൊരു സ്നേഹവുമാണ്. ഞാൻ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ഞാനൊരു കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ. എന്തുകൊണ്ട് കുവൈറ്റ് ഇപ്പോഴും പലസ്തീനികൾക്ക് വിസ കൊടുക്കുന്നില്ല? ആ ഒരു ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പല രാജ്യങ്ങളും പലസ്തീനികൾക്ക് കുവൈറ്റ് ഒഫീഷ്യലി വിസ ബാൻഡാണ്. വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, സദ്ദാം ഹുസൈൻ്റെ ഇൻവേഷന് മുമ്പ് കുവൈറ്റിലെ ഒരു എക്സ്പാറ്റ് പോപ്പുലേഷൻ, അതായത് പല വിദേശികളുണ്ടായിരുന്ന സമയത്ത് 4 ലക്ഷത്തോളം പലസ്തീനികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ്. പക്ഷേ ഈ യുദ്ധത്തിന് ശേഷം ഇവരെല്ലാവരെയും ഒരു 4-5 മാസം കൊണ്ട് കയറ്റിവിട്ടു. എന്തുകൊണ്ടാണെന്ന് ആർക്കും പൊതുവെ പൊതുസമൂഹം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ഇന്ന് കുവൈറ്റ് പലസ്തീനികൾക്ക് വിസ കൊടുക്കുന്നില്ല. മറ്റൊരു ചോദ്യം ജൂതനുമായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തിരിച്ച് താങ്കളോട് ചോദിക്കാനുള്ളത്, ഞാനൊരു രാജകുടുംബത്തിൻ്റെ കൂടെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. കുവൈറ്റ് രാജകുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു. നിങ്ങൾ GCCയിലെ എല്ലാ രാജകുടുംബങ്ങളും എടുത്തിട്ട് ഏത് രാജകുടുംബമാണ് അണ്ടർ ടേബിൾ റിലേഷൻഷിപ്സ് ഇസ്രായേലുമായിട്ടും ഇസ്രായേലികളുമായിട്ടും ബന്ധമില്ലാത്തത്? എന്നെ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ജൂതനില്ലാതെ അറബ്സിന് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. അത് നമ്മളറിയാത്തൊരു കാര്യമാണ്. അവർക്ക് ജൂതനോടുള്ളൊരു സ്നേഹം വേറെ പല രീതികളിലാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഏറ്റവും എടുത്ത് പറയാവുന്നൊരു കാര്യമാണ്, മെഡിക്കൽ സെക്ടേഴ്സിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഈ ഒറ്റ GCC രാജ്യങ്ങളിലും ആ ഒരു പെർഫെക്ഷനിലുള്ള ഒരു ആശുപത്രി ഇപ്പോഴുമില്ല. അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവരത് യൂറോപ്പിലേക്ക് അല്ലെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ അറബികൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് ഡോക്ടർ ആരാണെന്ന് നോക്കുകയുള്ളൂ. ഫ്രം വേർ ഇസ് ഹി? എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ചില അറബ് രാജ്യങ്ങളുടെ പേര് പറയുന്നു, അവിടുത്തെ ഉള്ള കുറച്ച് ഡോക്ടർമാർ അവിടെയുണ്ട്. അവരൊരിക്കലും സമ്മതിക്കില്ല. അവർ ചോദിക്കുന്നത് ആരാണത്? ഇസ്രായേലി ഡോക്ടറാണ്. ജൂതൻ ഡോക്ടറാണെങ്കിൽ അവർ ഹാപ്പിയാണ്. കാരണം മെഡിക്കൽ വൈസ് ഇന്ന് വേൾഡ് റൂളിങ് അവരാണ്. ഇപ്പോൾ പല GCC കൺട്രീസിലെയും ഹെഡ്സ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം GCCയുടെ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ശാപം എന്ന് ഞാൻ പറയും, ക്യാൻസർ വല്ലാതെ അവിടെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഇപ്പോഴും GCCയിൽ നല്ലൊരു ഹോസ്പിറ്റലില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സീരിയസ് കേസുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകണം. ബട്ട് ഇപ്പോൾ GCC രാജ്യങ്ങൾ നമ്മളാരും അറിയാതെ തന്നെ പലരും ചികിത്സിക്കുന്നത് ഇസ്രായേലിലാണ്. പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി ഷെയ്ബ മെഡിക്കൽ സെൻറ്ററിൽ. കാരണം ഞാനൊരു ഇസ്രായേലിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇസ്രായേലിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സിക്കുന്ന പല പ്രമുഖ ഹെഡ്സിനെ എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ എനിക്ക് പറയാൻ പാടില്ല. അത് രാഷ്ട്രത്തലവന്മാരും അവിടെയാണ് ചികിത്സിക്കുന്നത്. ഇന്ന് ഇപ്പം നമ്മൾ കേട്ടിരിക്കുന്നത്, കാരണം എൻ്റെ സാറ് ക്യാൻസർ വന്ന് മരിച്ച ഒരു വ്യക്തിയാണ്. അത് കാരണം ഒരു 4 വർഷത്തോളം ഞാൻ സന്ദർശിക്കാത്ത, അദ്ദേഹത്തിൻ്റെ കൂടെ പോകാത്ത ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു, US-ലും യൂറോപ്പിലും. ബട്ട് അന്ന് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഞാൻ പറയും വേൾഡിൽ ക്യാൻസർ ചികിത്സയിൽ നമ്പർ 1 നമ്മൾക്ക് ഈവൻ ബെറ്റർ ദാൻ അമേരിക്ക. ഇപ്പോൾ റൈറ്റ് നൗ പുറത്താരും അറിയുന്നില്ലെങ്കിലും പക്ഷേ ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഷെയ്ബ മെഡിക്കൽ ഇസ്രായേലി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. കാരണം അതിനെനിക്ക് വ്യക്തിപരമായൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കാരണം അമേരിക്കയിലുള്ള വളരെ പ്രമുഖ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഷീസ് ഫിനിഷ്ഡ്, അതായത് ആ സ്ത്രീ തീർന്ന്, ഇനി ഒരു പെയിൻ ആൻഡ് പാലറ്റീവ് കെയറിലൂടെ ഇവർ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ഇവരെ മടക്കിയ ഒരു ക്ലിനിക്കിൽ നിന്ന് സൗത്ത് കൊറിയയിലെ സാംസങ് അല്ലേ, സിയോളിൽ സാംസങ്ങിനൊരു ക്യാൻസർ സെൻറ്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച് ആ സ്ത്രീ, ഈ 3.5 വർഷം മുമ്പാണ് ആ സ്ത്രീയെ ഈ ആസ്പത്രി മടക്കുന്നത്. ആ സ്ത്രീ ഇന്നും ജീവനോടെയുണ്ട്.
എനിക്ക് അവരായിട്ട് വളരെ അടുത്തൊരു വ്യക്തിബന്ധമുണ്ട്. വേറെ ആരുമല്ല, മുൻപത്തെ മംഗോളിയൻ പ്രസിഡൻറ്റിൻ്റെ അമ്മയാണ്, പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവരെ അമേരിക്കയിലുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ചതാണ്. കാരണം ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരെ കൊണ്ടുവന്നു. അതുപോലെ ഇന്ന് പല ആൾക്കാർക്കും ഇഫ് യു വാണ്ട് ടു ലിവ് ഗോ ടു ഇസ്രായേൽ എന്നുള്ളൊരു സമ്പ്രദായം വന്നിട്ടുണ്ട്. അത് പുറമേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ചികിത്സയ്ക്ക് പോകാതെ നിങ്ങൾക്ക് ക്യാൻസറിന് റൈറ്റ് നൗ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കിട്ടുന്ന ഇസ്രായേലിലേക്ക് പോകുക, നല്ലൊരു ചികിത്സ കിട്ടും. അതായത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സാറ് പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. മുമ്പ് മയോ ക്ലിനിക്കാണ്, നമ്മുടെ പിണറായി വിജയനൊക്കെ പോയത് മയോ ക്ലിനിക്കാണല്ലോ അമേരിക്കയിൽ. അപ്പോൾ അമേരിക്കയിലെ മയോ ക്ലിനിക്കാണ് ഈ പറയുന്ന ക്യാൻസറിന് ബെസ്റ്റ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇസ്രയേലിൻ്റെ ചികിത്സാരംഗം അത്ര ബെറ്റർ ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇസ്രായേൽ ആർമി, നമ്മളെന്താ കേൾക്കുന്നത്, ഇസ്രായേലിൻ്റെ ടെക്നോളജി, ഇസ്രായേലിൻ്റെ കൃഷി, ഇസ്രായേലിൻ്റെ സൈന്യം, അവരുടെ ആയുധങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് കേൾക്കുന്നത്. പക്ഷേ അവർക്ക് ഈ പറയുന്ന ഈ ആണവ ഊർജ്ജത്തിൽ അവരുടെ സ്വയം പര്യാപ്തത, വൻ വിജയം, അവരുടെ പുതിയ സക്സസ് റേറ്റുകൾ, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ, അതൊക്കെ ശരി. പക്ഷേ ഈ ചികിത്സാ രംഗത്തും അവരാണ് ലോകത്തിൻ്റെ നമ്പർ 1 എന്നുള്ളത് എൻ്റെ ആദ്യത്തെ അറിവാണ്. നിങ്ങളിപ്പോൾ മായോ ക്ലിനിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. 3.5 വർഷത്തോളം ഈ മായോ ക്ലിനിക്കിൽ ജീവിതം കഴിഞ്ഞു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മായോ ക്ലിനിക്ക് ശരിക്കും അറിയാം. അതുകൂടാതെ ഞാൻ അമേരിക്കയിൽ മായോ ക്ലിനിക്കിൽ പോയിരുന്നവരാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ എടുത്ത് നോക്കും, എല്ലാം ജൂതന്മാരാണ്. ഇന്ത്യൻസും ഉണ്ട്. ബട്ട് അറബി ഒരു രോഗിക്ക് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി കിട്ടുന്നത് അവനെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർ ജൂതനാണെന്ന് പറയുമ്പോൾ. കാരണം ജൂതൻ്റെ ബുദ്ധി അതുപോലത്തെ ബുദ്ധിയാണ്. ജൂതൻ ആ ഒരു രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കണം. പിന്നെ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അറബികളുടെ നിക്ഷേപങ്ങളെല്ലാം ഇപ്പോൾ അവർക്ക് 100 ദിനാറുണ്ടെങ്കിൽ 10 ദിനാറേ കുവൈറ്റിലുള്ളൂ, ബാക്കി 90 ദിനാറും പുറത്ത്. അവിടെ ചെന്ന് നിങ്ങൾ നോക്കൂ, അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നതും അവരുടെ ഓഫീസിൻ്റെ ഹെഡ്സ് ആരാണെന്ന് നോക്കൂ, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്. ജൂതന്മാർ പല രീതികളിൽ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ നാഷണാലിറ്റി വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഖത്തറിൻ്റെ ഫാമിംഗ് സിസ്റ്റത്തിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലും, അല്ല കുവൈറ്റിൻ്റെ ഫാമിംഗ് സിസ്റ്റത്തിൻ്റെ, കാരണം സ്വയം പര്യാപ്തമല്ല ഈ രാജ്യങ്ങളൊന്നും. അവരുപയോഗിക്കുന്നത് ഏത് ടെക്നോളജിയാണ്? ജൂതൻ്റെ ടെക്നോളജിയാണ് അവരുപയോഗിക്കുന്നത്. കാരണം മരുഭൂമിയിൽ പച്ചപ്പുണ്ടാക്കാൻ ഇന്ന് ഏറ്റവും കഴിവുള്ളൊരു സമ്പ്രദായം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജൂതനാണ്. അവർ തൊട്ടപ്പുറത്തുനിന്ന് വാങ്ങിക്കാതെ ഇതേ ടെക്നോളജി യൂറോപ്പിലും ഫ്രാൻസിലുള്ള കമ്പനികൾക്ക് ജൂതൻ വിറ്റിട്ട് അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതായത് എനിക്ക് ഇപ്പോൾ രണ്ടാമത്തെ കാര്യവും കുറച്ചുകൂടി അത്ഭുതമാണ്. അതായത് അറബിയുടെ ഇസ്ലാം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ജൂതന്മാരായിരിക്കും. തീർച്ചയായിട്ടും. കാരണം അവരുടെ അഡ്വൈസേഴ്സ്, ഇപ്പം നിങ്ങളൊന്ന് പോയി നോക്കും, ഇപ്പോൾ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം അതിനെടുക്കുക, അത് ഒരു അറബ് രാജ്യമാണ്. അവിടുത്തെ കിങ്ങിൻ്റെ ചീഫ് അഡ്വൈസർ ആരാണ്? ജൂതനാണ്. നിങ്ങൾ ഫിനാൻഷ്യൽ സൈഡിൽ വരുമ്പോൾ നിങ്ങൾ എന്നെ കാണിച്ചതാ ഏത് അറബിക് രാജാവിനാണ് ജൂതനുമായി ബന്ധമില്ലാത്തതെന്ന് നിങ്ങൾ കാണിച്ചതാ. സംഹൗ ഓർ എനി അത് അവരായിട്ട് റിലേറ്റഡ് ആണ്, ജൂതനുമായി റിലേറ്റഡ് ആണ്. പക്ഷേ സൈനിക കാര്യത്തിലാണെന്ന് തോന്നുന്നു ഇവർ തമ്മിൽ തെറ്റുള്ളത്. ഇപ്പോൾ ഇതൊരു പറയാൻ പാടില്ലതാണ്. ഇപ്പോൾ റൈറ്റ് നൗ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 അറബ് കൺട്രീസിൽ ആൻറ്റി മിസൈൽ സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ജൂയിഷ് പേഴ്സണൽസ് ഉണ്ട്. സൈനികമായ കാരണം ഇന്ന് അറബ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്? ഡ്രോൺ അറ്റാക്സ് ആണ്. ഈ ഡ്രോൺ അറ്റാക്സ് തടയാൻ ഇന്ന് ലോകത്തെ ഏറ്റവും കെൽപ്പുള്ള രാജ്യം ഏതാണ്? ഇസ്രായേൽ. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. വേറെ ആർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ വേണമെങ്കിൽ യു നീഡ് ടു ഗോ ടു ഇസ്രായേൽ. ഇസ്രായേലിലാണ് ഈ പറയുന്ന ടെക്നോളജികളുടെ ചികിത്സയുടെ ഒക്കെ കേന്ദ്രം. അതിനെ കടം കൊണ്ട് ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്ന് പറയേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ ഈ ഒരു വേദി കിട്ടി ഈ ചികിത്സയെ കുറിച്ച് പോയപ്പോൾ ഇപ്പം ഞാൻ കാണാറുണ്ട് ഇവിടെ നിന്ന് ധാരാളം ആൾക്കാർ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്കും യു കെയിലേക്കും അവിടെ ഇവിടേക്ക് പോകുന്നത്. അവർക്കെല്ലാവർക്കും കാരണം ഇതിൻ്റെ പുറകിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ക്യാൻസറിന് അനുബന്ധിച്ച് ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ
ഫസ്റ്റ് പ്രിഫറൻസ് ഗിവ് ഇറ്റ് ടു ഇസ്രായേൽ. നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചു വരാം. നിങ്ങൾക്ക് പല പുതിയ ടെക്നോളജീസ് അവർ നിങ്ങൾക്ക് തരും. അതില്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് കൊറിയയിലേക്ക്, സിയോളിലേക്ക് പോകാം. ഈ പക്ഷെ നല്ല പൈസ ഇല്ലേ? ഇല്ല, അതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് അമേരിക്കയിൽ, കാരണം എനിക്കറിയാം മയോ ക്ലിനിക്സിൻ്റെയൊക്കെ ബില്ല് എനിക്ക് പേഴ്സണലി, കാരണം ഞാനത് പേ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ബില്ല് വരുമ്പോൾ പോയി അത് കാശ് കൊടുക്കേണ്ട കടമ എൻ്റെ ആയിരുന്നു. കുവൈറ്റ് കിങ്ങിന് വേണ്ടിയിട്ട് എനിക്കറിയാം അതിൻ്റെ ബില്ലൊക്കെ എത്ര വരുമെന്ന് എനിക്കറിയാം. ഞാൻ എഴുതി വെച്ച് തരാം. ഒരു മിനിമം അവിടെ $100 കാര്യം നിങ്ങൾക്ക് ഇസ്രായേലിൽ $40 കിട്ടും. ചെലവും കുറവാണ്. ഓക്കെ. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്കൊന്നും ഇത് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമൊക്കെ മയോ ക്ലിനിക്കിലേക്കൊക്കെ പോകുന്നത്. ഇനി പറയാത്തതാണോ എന്നറിയില്ല. ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷം ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഇല്ല, ഇപ്പം ഫ്ലൈറ്റ് റഡാർ തന്നെ പറയുന്നുണ്ട്. ഫ്ലൈറ്റ് റഡാർ എന്ന് പറയുന്ന ആ ഒരു റഡാർ കമ്പനി തന്നെ പറയുന്നുണ്ട്, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ധാരാളം പ്രൈവറ്റ് ജെറ്റ്സ് ഇസ്രായേലിലേക്ക് പറക്കുന്നുണ്ട്. ബട്ട് അത് അവർക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെ, സുരക്ഷാ കാരണങ്ങളാൽ. എന്തായാലും ഇതൊരു പുതിയ അറിവാണ്. നമ്മളുടെ വിചാരം ഇവരെല്ലാവരും ശത്രുക്കളാണ്, ഈ അറബികൾ ജൂതനെ വെറുക്കുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ശരിക്കും അറബികൾക്ക് ജൂതനോട് പ്രേമമാണുള്ളത് എന്നുള്ളതാണ്. അത് പിൻവാതിലിലൂടെ മാത്രമാണ്. അതെ, തീർച്ചയായും.